ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റന്റിന്റെ +2 റേഞ്ചിലെ വെക്ടർ ഓൾജീബ്ര എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. നമ്മുടെ ടെസ്റ്റിലെ 10ാമത്തെ ചാപ്റ്റർ ആണിത്. അപ്പോൾ വെക്ടർ ഓൾജീബ്ര ആ ചാപ്റ്ററിന്റെ പേരിൽ തന്നെ ഉണ്ട്. വെക്ടർ എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ പുതുതായിട്ട് കേൾക്കുന്ന ഒരു വേർഡാണ് വെക്ടർ എന്ന് പറയുന്നത്. എന്താണ് ഈ വെക്ടർ? നമുക്ക് രണ്ട് കമ്പോണൻസ് ആണ് ഉള്ളത്. ഒന്ന് വെക്ടർ കമ്പോണന്റും ഉണ്ട്, പിന്നൊന്ന് സ്കേലാർ കമ്പോണന്റും ഉണ്ട്. സ്കേലാർ കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഉണ്ടാകും, ഡയറക്ഷൻ ഉണ്ടാകില്ല. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്? സ്കേലാർ കമ്പോണന്റ് എന്ന് പറയുന്നത്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളവാണ്, ഡയറക്ഷൻ എന്ന് പറയുന്നത് ദിശേനെയാണ് കാണിക്കുന്നത്. അപ്പൊ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും രണ്ടും ഉണ്ടായിരിക്കും. അതിനാണ് അങ്ങനത്തെ ഒന്നിനെയാണ് നമ്മൾ എന്താ പറയാ? വെക്ടർ കമ്പോണന്റ് എന്ന് പറയാം. ഡയറക്ഷനും ഉണ്ടാകും, മാഗ്നിറ്റ്യൂഡും ഉണ്ടാകും. അതാണ് വെക്ടർ കമ്പോണന്റ്. ഇനി നമ്മളൊരു വെക്ടർ എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത്, ഇപ്പൊ നമ്മളൊരു 2 പോയിന്റ് എടുത്തു. ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലോട്ടുള്ള ഇതിന്റെ വെക്ടർ എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു പോയിന്റിന് എ എന്ന് കൊടുക്കുക, ഈ ഒരു പോയിന്റിന് ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ വെക്ടർ ഡിഫൈൻ ചെയ്യുന്നത് വെക്ടർ എ ബി എന്ന് കൊടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ആരോ മാർക്ക് ഇട്ടിട്ടാണ് നമ്മൾ വെക്ടറിനെ കാണിക്കുന്നത്. അപ്പൊ ഇതിനെ വായിക്കുക എ ബി വെക്ടർ എന്നാണ്. ഇനി ഈ എ ബി വെക്ടറിന് പകരം നമുക്ക് വെക്ടർ എ എന്ന് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള നെയിം നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ 2 പോയിന്റ്, നമ്മൾ ഒരു പോയിന്റ് എ എന്നും ഇനിയൊരു പോയിന്റ് ബി എന്നും. അപ്പൊ എയിൽ നിന്ന് ബിയിലോട്ട് ആയതുകൊണ്ട് ഈ വെക്ടർ നമുക്ക് എങ്ങനെ എഴുതാം? വെക്ടർ എ ബി എന്ന് എഴുതാം. ഇനി ഇതിൽ എ എന്ന് പറയുന്ന പോയിന്റിന് നമ്മൾ പറയുന്ന പേരാണ് ഇനീഷ്യൽ പോയിന്റ്. എ എന്ന് പറയുന്ന പോയിന്റ് ആണ് ഇനീഷ്യൽ പോയിന്റ്. ഇനി ഇതിൽ ബി എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് ഉണ്ട്. ആ ബി എന്ന് പറയുന്ന പോയിന്റിന് നമ്മൾ പറയുന്ന പേരാണ് ഫൈനൽ പോയിന്റ്. ഫൈനൽ പോയിന്റ്, ഫൈനൽ പോയിന്റ് എന്നും പറയാൻ പറ്റും നമുക്കിതിനെ. അല്ലെങ്കിൽ ഇതിനെ പറയുന്ന ഇന്നൊരു പേരാണ് ടെർമിനൽ. ടെർമിനൽ പോയിന്റ് എന്നും പറയാം. അപ്പൊ ഫൈനൽ പോയിന്റ് എന്നും ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ ടെർമിനൽ പോയിന്റ് എന്നും പറയാം. അപ്പൊ എ എന്ന് പറയുന്ന പോയിന്റ് ഇനീഷ്യൽ പോയിന്റ്, ബി എന്ന് പറയുന്ന പോയിന്റ് ഫൈനൽ പോയിന്റ് അല്ലെങ്കിൽ ടെർമിനൽ പോയിന്റ്. ഇനി നമുക്ക് ഈ വെക്ടറിനെ മാഗ്നിറ്റ്യൂഡ്, ഇപ്പൊ നമ്മൾ ഇതിന്റെ ഡയറക്ഷൻ ആണ് പറഞ്ഞത്, നമുക്ക് ഇനി ഇതിന്റെ മാഗ്നിറ്റ്യൂഡിനെ കാണിക്കാൻ പറ്റും. അപ്പോ ഈ എ ബി എന്ന് പറയുന്ന ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ കാണിക്കുന്നത് ഇങ്ങനെ 2 വരയുടെ ഉള്ളിലാണ് കാണിക്കുക. അപ്പൊ ഇതിനെ പറയാം നമ്മൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ബി എന്നാണ് പറയാ. ഇനി നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വെക്ടേഴ്സ് ഉണ്ട്. അതില് ഫസ്റ്റ് ടൈപ്പ് ആണ് സീറോ വെക്ടർ എന്ന് പറയുന്നത്. വെക്ടർ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ മാഗ്നിറ്റ്യൂഡ് 0 ആയ വെക്ടറിനെ പറയുന്ന പേരാണ് സീറോ വെക്ടർ എന്ന് പറയുന്നത്. അതിന്റെ ഡയറക്ഷൻ 0 ആകാം, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും അതെന്താണ് ഉണ്ടാവാ അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കാം ഡയറക്ഷൻ. അപ്പൊ അതിനാണ് നമ്മൾ 0 എന്ന് പറയുന്നത്. സീറോ വെക്ടർ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് 0 ആണ്, പക്ഷെ ഡയറക്ഷൻ ഉണ്ടാവാൻ അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കാം. ദിസ് മീൻസ് ദ വെക്ടർ ഹാസ് സെയിം ഇനീഷ്യൽ ആൻഡ് ടെർമിനൽ പോയിന്റ്സ്. അതായത് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും സെയിം ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനീഷ്യൽ പോയിന്റും ടെർമിനൽ പോയിന്റും സെയിം ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ വെക്ടർ എന്ന് പറയുന്നത്, അവിടെ വെക്ടർ ഇല്ല, അവിടെ വെക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി രണ്ടാമത്തെ വെക്ടർ ആണ് യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്
മാഗ്നിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു 1. മാഗ്നിറ്റ്യൂഡ് 1 യൂണിറ്റ് ആയ വെക്ടറിനെ പറയുന്ന പേരാണ് യൂണിറ്റ് വെക്ടർ എന്ന്. അപ്പൊ ഈ യൂണിറ്റ് വെക്ടറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എ ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ക്യാപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അതെന്താണ്, ഒരു യൂണിറ്റ് വെക്ടർ ആണ്. നമുക്ക് ക്യാപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇനി യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഒരു വെക്ടർ എ എന്ന് പറയുന്ന വെക്ടർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് വെക്ടർ എ ക്യാപ്പ് ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ ആണ് എന്ത്, അതിന്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോ നമുക്ക് യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എ ക്യാപ്പ് ഈക്വൽ ടു വെക്ടർ എ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ. ഇതാണ് ഒരു യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇതില് നമ്മൾ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നുണ്ട്. ഈ മാഗ്നിറ്റ്യൂഡ് ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഒരു വെക്ടർ എന്ന് പറയുന്നത് വെക്ടർ എ ഇസ് ഈക്വൽ ടു എക്സ് ഐ ക്യാപ്പ് പ്ലസ് വൈ ജെ ക്യാപ്പ് പ്ലസ് സെഡ് കെ ക്യാപ്പ് എന്നാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്, അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആയിരിക്കും. ഇതാണ് ഒരു യൂണിറ്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ ഇത് യൂണിറ്റ് വെക്ടർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. എ ക്യാപ്പ് ഇസ് ഈക്വൽ ടു വെക്ടർ എ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ. ഇനി മൂന്നാമത്തെ ടൈപ്പ് ആണ് കോ ഇനീഷ്യൽ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. എന്താ ഈ കോ ഇനീഷ്യൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനീഷ്യൽ പോയിന്റ് സെയിം ആയ വെക്ടേഴ്സിനെ പറയുന്ന പേരാണ് എന്ത്, കോ ഇനീഷ്യൽ വെക്ടേഴ്സ്. അപ്പൊ രണ്ടോ അതിലധികമോ വെക്ടേഴ്സിന്റെ ഇനീഷ്യൽ പോയിന്റ് സെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ കോ ഇനീഷ്യൽ വെക്ടേഴ്സ് എന്ന് പറയാം. ഇനി അടുത്തതാണ് ഈക്വൽ വെക്ടേഴ്സ്. നാലാമത്തത് ഈക്വൽ വെക്ടേഴ്സ് ആണ്. അതായത് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സെയിം ആയ വെക്ടറിനെ, ഈക്വൽ ആയ വെക്ടറിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഈക്വൽ വെക്ടർ എന്ന് പറയുന്നത്. അത് ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ആ രണ്ട് വെക്ടേഴ്സിനെ നമുക്ക് പറയാൻ പറ്റും ഈക്വൽ വെക്ടേഴ്സ് ആണെന്ന്. അഞ്ചാമത്തെ ടൈപ്പ് ആണ് കൊളീനിയർ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് ഈ കൊളീനിയർ വെക്ടർ എന്ന് പറയുന്നത്? കൊളീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഡയറക്ഷൻ ആകാം. അതായത് സെയിം ഡയറക്ഷനും അല്ലെങ്കിൽ സെയിം ലൈനിലാകാം. സെയിം ലൈനിലും അല്ലെങ്കിൽ അത് പാരലലും ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വെക്ടേഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് കൊളീനിയർ വെക്ടേഴ്സ് എന്ന്. Two or more vectors are said to be collinear if they are parallel to the same line respective of their direction. അപ്പൊ ആ ഡയറക്ഷന് പാരലൽ ആവാം, സെയിം ലൈനിലാവാം. ഫോർ ദ റീസൺ ദേ ആർ ആൾസോ കോൾഡ് പാരലൽ വെക്ടേഴ്സ്. അപ്പൊ ഈ കൊളീനിയർ വെക്ടേഴ്സിന് നമുക്ക് എന്തെന്നും കൂടെ പറയാം, പാരലൽ വെക്ടേഴ്സ് എന്നും കൂടെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ കൊളീനിയർ വെക്ടർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെയിം ലൈനിലായിരിക്കണം, അല്ലെങ്കിൽ അത് രണ്ട് വെക്ടേഴ്സ് എന്തായിരിക്കണം, പാരലൽ ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്തെന്ന് പറയാം, കൊളീനിയർ വെക്ടേഴ്സ് എന്ന് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പാരലൽ വെക്ടേഴ്സ് എന്ന് പറയാം. അടുത്ത ടൈപ്പ് വെക്ടർ ആണ് കോപ്ലാനാർ വെക്ടേഴ്സ് എന്ന് പറയുന്നത്.
എന്താണ് ഈ കോപ്ലാനാർ വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ? ദോസ് വെക്ടേഴ്സ് വിച്ച് ലൈ ഓൺ ദ സെയിം പ്ലെയിൻ, ഒരേ പ്ലെയിനിൽ ലൈ ചെയ്യുന്നതും, ദേ ആർ ഓൾ പാരലൽ ടു ദി സെയിം പ്ലെയിൻ, എല്ലാ വെക്ടേഴ്സും, നമ്മൾ എത്ര വെക്ടേഴ്സ് എടുക്കുന്നു ആ വെക്ടേഴ്സ് എല്ലാം ആ പ്ലെയിനിന് പാരലലുമാണെന്നുണ്ടെങ്കിൽ, നമ്മൾ എടുക്കുന്നത് 2 വെക്ടർ ആണെന്നുണ്ടെങ്കിൽ ആ 2 വെക്ടറും സെയിം പ്ലെയിനിൽ ലൈ ചെയ്യുന്നതുമാവണം, അതായത് പാരലലും ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ 2 വെക്ടേഴ്സിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? കോപ്ലാനാർ ആണെന്ന് പറയാം. അപ്പൊ 2 വെക്ടേഴ്സ് ആർ ഓൾവേസ് കോപ്ലാനാർ. അതെന്തായിരിക്കണം? ലൈ ഇൻ ദി സെയിം പ്ലെയിൻ ആൻഡ് ദേ ആർ പാരലൽ ടു ദ സെയിം പ്ലെയിൻ. ഏഴാമത്തതാണ് നെഗറ്റീവ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. എന്താ ഈ നെഗറ്റീവ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നെഗറ്റീവ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സെയിം മാഗ്നിറ്റ്യൂഡും ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനും. അപ്പൊ സെയിം മാഗ്നിറ്റ്യൂഡും ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനും ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വെക്ടേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? നെഗറ്റീവ് വെക്ടേഴ്സ് എന്ന് പറയാം. അപ്പൊ നമ്മൾ 2 വെക്ടർ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ 2 വെക്ടറിന്റെയും മാഗ്നിറ്റ്യൂഡ്, അളവ് ഒന്ന് തന്നെ ആയിരിക്കും, പക്ഷെ ഡയറക്ഷൻ, ദിശയിൽ എന്തുണ്ടാകും? മാറ്റം ഉണ്ടാവും, ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ അത് നെഗറ്റീവ് വെക്ടേഴ്സ് ആയിട്ട് മാറും. ഇതാണ് നമ്മളിപ്പോ 7 വെക്ടേഴ്സ് ആണ് പഠിച്ചത്. അതാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വെക്ടേഴ്സ്. ടൈപ്പ് ഓഫ് വെക്ടേഴ്സ് 7 എണ്ണമാണ്. അതിൽ നമ്മൾ ആദ്യം സീറോ വെക്ടർ പഠിച്ചു, പിന്നെ പഠിച്ചതാണ് യൂണിറ്റ് വെക്ടർ, കോ ഇനീഷ്യൽ വെക്ടേഴ്സ് പഠിച്ചു, കൊളീനിയർ വെക്ടർ പഠിച്ചു, ഈക്വൽ വെക്ടേഴ്സ് പഠിച്ചു, അതുപോലെ കോപ്ലാനാർ പഠിച്ചു, നെഗറ്റീവ് വെക്ടേഴ്സ് പഠിച്ചു. അപ്പൊ ഇത് ഓരോന്നും എന്താന്ന് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ടോപ്പിക് ആണ്. അതിന് മുന്നേ നമുക്ക് ഇത് ബേസ് ചെയ്തിട്ട് ഇതില് കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് നോക്കാം. ഇത് നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. എന്നിട്ട് ഇതില് കൊളീനിയർ വെക്ടേഴ്സ് ഏതൊക്കെയാണ്, കോ ഇനീഷ്യൽ വെക്ടർ ഏതൊക്കെയാണ്, ഈക്വൽ വെക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ ആദ്യത്തേത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കൊളീനിയർ വെക്ടർ. നമുക്ക് ഈ തന്നിരിക്കുന്നതില് കൊളീനിയർ വെക്ടർ ഏതൊക്കെയാണെന്നാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു കൊളീനിയർ വെക്ടർ ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്? സെയിം ലൈനിലായിരിക്കണം, അല്ല എന്നുണ്ടെങ്കിൽ അതെന്താ? പാരലൽ ആയാലും മതി. അപ്പൊ ഇവിടെ പാരലൽ ആയിട്ട് സെയിം ലൈനിൽ വരുന്നത് ഏതൊക്കെയാണ്? സിയും വരുന്നുണ്ട്, ഡിയും വരുന്നുണ്ട്. അത് സെയിം പ്ലെയിനിൽ വരുന്നതല്ലേ? അപ്പോ വെക്ടർ സി കോമ വെക്ടർ ഡി. പിന്നെ നോക്ക്, എ എന്ന് പറയുന്ന വെക്ടറും സി അല്ലെങ്കിൽ ഡി എന്ന് പറയുന്ന വെക്ടറിനും എന്താണ്? പാരലൽ ആണ്. എ എന്ന് പറയുന്ന വെക്ടർ സിക്കും അതുപോലെ വെക്ടർ ഡിക്കും എന്താണ്? പാരലൽ ആണ്. അപ്പൊ എ എന്ന് പറയുന്ന വെക്ടറും എന്താണ്? കൊളീനിയർ വെക്ടർ ആണ്. അപ്പൊ പാരലൽ ആണെന്നുണ്ടെങ്കിലും സെയിം ലൈനിലാണെന്നുണ്ടെങ്കിലും നമുക്ക് അതിനെ കൊളീനിയർ വെക്ടർ എന്ന് പറയാം. ഇനി നെക്സ്റ്റ് ആണ് ഈക്വൽ വെക്ടർ. ഈക്വൽ വെക്ടർ എന്ന് പറഞ്ഞാൽ സെയിം ഡയറക്ഷനും സെയിം മാഗ്നിറ്റ്യൂഡും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഈക്വൽ വെക്ടർ എന്ന് പറയാൻ പറ്റും. ഇപ്പോ സെയിം ഡയറക്ഷൻ, ഇവിടെ നോക്കി ആരോ മാർക്ക് പോകുന്നത് സെയിം ഡയറക്ഷനിലല്ലേ രണ്ടും ഉള്ളത്? വെക്ടർ എന്റെയും വെക്ടർ സിന്റെയും ഡയറക്ഷൻ ഒരേപോലെയാണ്. ഇനി ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇവിടെ നോക്കി നോക്കൂ, ഒരു യൂണിറ്റ് ആണ് ഈ ഒരു ഇതുവരെ നമ്മുടെ യൂണിറ്റ് വെക്ടർ ആണ്, ഒരു യൂണിറ്റ് ആണ്. അപ്പൊ ഇവിടെ ഒരു യൂണിറ്റ്, ഇവിടെ ഒരു യൂണിറ്റ്, ഇപ്പൊ മൊത്തം ഇവിടെ 2 യൂണിറ്റ് ആണ് വെക്ടർ എക്ക് ഉള്ളത്. അതേപോലെ വെക്ടർ സിക്ക് ഇവിടുന്ന് ഇതുവരെ ഒരു യൂണിറ്റ് ആണ്, ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു യൂണിറ്റ് ആണ്. അപ്പൊ വെക്ടർ സിക്കും 2 യൂണിറ്റ് ആണ് ഉള്ളത്. അപ്പൊ ഇവിടെ ഡയറക്ഷനും ഈക്വൽ ആണ്, മാഗ്നിറ്റ്യൂഡ് 2 യൂണിറ്റ് വെച്ചിട്ടാണ്. അപ്പൊ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും
ഈക്വൽ ആയതുകൊണ്ട് ഈ രണ്ട് വെക്ടേഴ്സ് വെക്ടർ എ എന്ന് പറയുന്നതും വെക്ടർ സി എന്ന് പറയുന്നതും ഈക്വൽ വെക്ടേഴ്സ് ആണ്. ഇനി നമുക്ക് അറിയേണ്ടത് കോ ഇനീഷ്യൽ വെക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ്. കോ ഇനീഷ്യൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്, സെയിം ഇനീഷ്യൽ പോയിന്റ്സ് ഉള്ളതിനെയാണ് നമ്മൾ കോ ഇനീഷ്യൽ എന്ന് പറയാം. നമ്മുടെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു വെക്ടർ ബിയുടെയും വെക്ടർ സിയുടെയും വെക്ടർ ഡിയുടെയും ഇനീഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പൊ നോക്കി ഇതാണ് ഇനീഷ്യൽ പോയിന്റ്. ഇവിടെ നിങ്ങളുടെ എൻഡ് ആവുന്നത് ഈ ഒരു പോയിന്റ് ആണ് എന്റെ ഫൈനൽ പോയിന്റ്. അതുപോലെ ഇതാണ് ഇനീഷ്യൽ പോയിന്റ്. ഈ ഡയറക്ഷൻ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ ടെർമിനൽ പോയിന്റ് വരാം. അതുപോലെ ഇതിന്റെ ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഇങ്ങോട്ടാണ്. അപ്പൊ എല്ലാറ്റിന്റെയും ഇനീഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആണ്. അപ്പൊ സെയിം ഇനീഷ്യൽ പോയിന്റ് വരുന്നത് ഏതിനൊക്കെയാണ്? വെക്ടർ സിക്ക് വരുന്നുണ്ട്, അതുപോലെ ഡിക്ക് വരുന്നുണ്ട്, ബിക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ മൂന്നെണ്ണമാണ് ഇത്. വെക്ടർ എ വരുന്നുണ്ട്, സി വരുന്നുണ്ട്, എ വരില്ല, സി വരുന്നുണ്ട്, ഡി വരുന്നുണ്ട്, ബി വരുന്നുണ്ട്. അപ്പൊ ഈ മൂന്നെണ്ണമാണ് എന്ത്? കോ ഇനീഷ്യൽ എന്ന് പറയുന്നത്, സെയിം ഇനീഷ്യൽ പോയിന്റ് വരുന്നത്. അപ്പൊ നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വെക്ടേഴ്സ് പഠിച്ചു. ഇനി നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് പഠിക്കുന്നത് പൊസിഷൻ വെക്ടർ ആണ്. ഇപ്പൊ പൊസിഷൻ വെക്ടർ പഠിക്കുമ്പോൾ നമുക്ക് അറിയേണ്ടത് കാർട്ടീഷ്യൻ പ്ലെയിൻ അറിഞ്ഞിരിക്കണം. കാർട്ടീഷ്യൻ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിസും ഉണ്ടാകും, വൈ ആക്സിസും ഉണ്ടാകും, സെഡ് ആക്സിസും ഉണ്ടാകും. ഇത് നമ്മുടെ വൈ ആക്സിസ് ആണ്, ഇത് നമ്മുടെ എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇത് സെഡ് ആക്സിസ്. ഇതാണ് നമ്മുടെ പ്ലെയിൻ എന്ന് പറയുന്നത്. ഈ എക്സ് ആക്സിസും വൈ ആക്സിസും സെഡ് ആക്സിസും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ ഇതിൽ എക്സ് ആക്സിസിൽ നമ്മളൊരു യൂണിറ്റ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ യൂണിറ്റ് വെക്ടർ ഐ ക്യാപ്പ് എന്ന് പറയുന്നത്. ഇനി വൈ ആക്സിസിലുള്ള യൂണിറ്റ് വെക്ടർ ആണ് എന്ത്? ജെ ക്യാപ്പ് എന്ന് പറയുന്നത്. സെഡ് ആക്സിസിലുള്ള യൂണിറ്റ് വെക്ടർ ആണ് കെ ക്യാപ്പ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് അറിഞ്ഞിരിക്കണം വെക്ടർ എഴുതുന്ന സമയത്ത്. ഇനി നമുക്കിപ്പോ ഒരു വെക്ടർ തരാണ്. വെക്ടർ എ ഈക്വൽ ടു 2i ക്യാപ്പ് പ്ലസ് 3j ക്യാപ്പ് പ്ലസ് കെ ക്യാപ്പ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു വെക്ടർ. ഇനി നമ്മുടെ അടുത്ത് പറയാണ് ഈ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ പറയാണ്. അപ്പൊ നമുക്കറിയാം യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അത് വെക്ടർ എ ക്യാപ്പ് ഈക്വൽ ടു വെക്ടർ എ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ആണ്. എന്ത്? യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ വെക്ടർ എ നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 2i ക്യാപ്പ് പ്ലസ് 3j ക്യാപ്പ് പ്ലസ് കെ ക്യാപ്പ് ആണ് എന്ത്? യൂണിറ്റ് വെക്ടർ. പക്ഷെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. അപ്പൊ വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഇവിടെ ഐന്റെയും തന്നിരിക്കുന്ന വെക്ടറിലെ ഐന്റെയും ജെയിന്റെയും കെയുടെയും കോയിഫിഷ്യൻസിന്റെ സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് വരാം 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് കെയുടെ കോയിഫിഷ്യന്റ് ഒന്നുമില്ലെങ്കിലും അവിടെ 1 ഉണ്ട്, അതിപ്പോ 1 സ്ക്വയർ ആണ്. അപ്പൊ 2 സ്ക്വയർ ചെയ്യണ സമയത്ത് 4 എന്ന് കിട്ടും, 3 സ്ക്വയർ 9 ആന്ന് കിട്ടും, 1 സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ 4 പ്ലസ് 9 13, 13 പ്ലസ് 1 14 എന്ന് കിട്ടും. അപ്പൊ റൂട്ട് 14 റൂട്ടില്ല, അപ്പൊ നമ്മൾ റൂട്ട് 14 തന്നെ എഴുതാം. അപ്പൊ നമുക്ക് ഇപ്പൊ എന്ത് കിട്ടി? മാഗ്നിറ്റ്യൂഡ് കിട്ടി.
അപ്പൊ ഓൾ ഡിവൈഡഡ് ബൈ നമ്മൾ മാഗ്നിറ്റ്യൂഡ് എഴുതാ. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് √14 ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് 2i cap. ഇതിന് നമുക്ക് 2/√14 i cap പ്ലസ് 3/√14 j cap പ്ലസ് 1/√14 k cap എന്ന് എഴുതാൻ പറ്റും. ഇതാണ് തന്നിരിക്കുന്ന എ എന്ന് പറയുന്ന വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ അടുത്ത ടോപ്പിക് ആണ് പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്? നമ്മള് ഇതേപോലെ ഒരു കാർട്ടീഷ്യൻ പ്ലെയിൻ കൺസിഡർ ചെയ്തു. ഈ 3 പ്ലെയിനും എന്താണ്? മ്യൂച്വലി എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്, സെഡ് ആക്സിസ് ഉണ്ട്. ഈ 3 ആക്സിസും മ്യൂച്വലി എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. ഇനി നമ്മള് ഈ 3ഉം കൂട്ടിമുട്ടുന്ന ഈ പോയിന്റിന് നമ്മൾ O ആയിട്ട് എടുത്തു. ഇതില് ഈ പ്ലെയിനില് എവിടെയെങ്കിലും ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു പി എന്ന് പറഞ്ഞിട്ട്. ഈ പിന്റെ കോർഡിനേറ്റ് എക്സ് കോമ വൈ കോമ സെഡ് ആണ്. അപ്പൊ ഈ O മുതൽ പി വരെയുള്ള ഈ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ പൊസിഷൻ വെക്ടർ ഇതിന്റെ ഇനീഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് ഓയും ഇതിന്റെ ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് പിയുമാണ്. അപ്പൊ നമുക്ക് ഈ വെക്ടറിന് എങ്ങനെ പേര് കൊടുക്കാൻ പറ്റും? OP, വെക്ടർ OP എന്ന് പേര് കൊടുക്കാം. അപ്പൊ ഇതാണ് എന്ത്? പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പൊസിഷൻ വെക്ടർ നമ്മൾ എങ്ങനെയാണ് എഴുതാ? പൊസിഷൻ വെക്ടർ നമ്മൾ എഴുതുന്നത് OP വെക്ടർ ഈക്വൽ ടു xi cap പ്ലസ് yj cap പ്ലസ് zk cap. ഇതാണ് ഈ പി എന്ന് പറയുന്ന പോയിന്റ്. പി മുതൽ O മുതൽ പി വരെയുള്ള പോയിന്റിന്റെ നമ്മൾ അതിൽ വെക്ടർ കൺസിഡർ ചെയ്യുന്നതിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് കമ്പോണൻസ് ഫോം. ഇതിനെ പറയുന്ന പേരാണ് കമ്പോണൻസ് ഫോം എന്ന് പറയുന്നത്. അപ്പൊ വെക്ടർ കമ്പോണന്റും ഉണ്ട്, സ്കേലാർ കമ്പോണന്റും ഉണ്ട്. അപ്പൊ വെക്ടർ കമ്പോണന്റ് എന്ന് പറയുന്നത് ഇതില് നമ്മൾ എഴുതിയ ഈ ഇക്വേഷനിലെ വെക്ടർ കമ്പോണന്റ് എന്ന് പറയുന്നത് എക്സ് ഐ ക്യാപ്പ് കോമ വൈ ജെ ക്യാപ്പ് കോമ സെഡ് കെ ക്യാപ്പ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഈ പൊസിഷൻ വെക്ടറിന്റെ വെക്ടർ കമ്പോണന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെ? എക്സ് ഐ ക്യാപ്പ്, അതുപോലെ വൈ ജെ ക്യാപ്പ്, സെഡ് കെ ക്യാപ്പ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ സ്കേലാർ കമ്പോണൻസ് നമുക്ക് അറിയണം. സ്കേലാർ കമ്പോണൻസ്, ഇതിന്റെ സ്കേലാർ കമ്പോണൻസ് എന്ന് പറയുന്നത് എക്സ് കോമ വൈ കോമ സെഡ്. എക്സും വൈയും സെഡുമാണ് സ്കേലാർ കമ്പോണൻസ്. എക്സ് ഐ ക്യാപ്പ് കോമ വൈ ജെ ക്യാപ്പ് കോമ സെഡ് കെ ക്യാപ്പ് ആണെന്ത്? വെക്ടർ കമ്പോണൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ പൊസിഷൻ വെക്ടറിന് ഇപ്പൊ നമ്മൾ വെക്ടർ OP എന്ന് എടുത്തു. ഇതിന് പകരം നമുക്ക് പൊസിഷൻ വെക്ടർ R എന്ന് പറയുന്ന ലെറ്ററിലും ഡിനോട്ട് ചെയ്യാം. അപ്പൊ വെക്ടർ R എന്ന് പറഞ്ഞാലും എന്താണ്? പൊസിഷൻ വെക്ടർ ആണ്. ഇനി നമുക്ക് ഇനീഷ്യൽ AB എന്ന് പറയുന്ന, അപ്പൊ ഇവിടെ നമ്മൾ OP ആണ് എടുത്തത്. അപ്പൊ OP വെക്ടറിന്റെ നമ്മൾ പൊസിഷൻ വെക്ടർ കാണുന്ന സമയത്ത് വെക്ടർ ബിയിൽ നിന്നാണ്, അത് നമ്മൾ OP അല്ലേ എടുത്തത്. OP വെക്ടർ എന്ന് പറയുമ്പോ പിയിൽ നിന്നാണ് O മൈനസ് ചെയ്യേണ്ടത്. പി എന്ന് പറയുന്ന വെക്ടറിൽ നിന്ന് O എന്ന് പറയുന്ന വെക്ടർ ആണ്, അത് ഫൈനൽ ടെർമിനൽ പോയിന്റിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യേണ്ടത് ഇനീഷ്യൽ പോയിന്റ് ആണ്.
ഇനി നമുക്ക് വെക്ടറിലെ ഓപ്പറേഷൻസ് ആണ് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തേതാണ് വെക്ടർ അഡിഷൻ എന്ന് പറയുന്നത്. അപ്പൊ വെക്ടർ അഡിഷൻ നമ്മൾ 2 ലോ ബേസ് ചെയ്തിട്ടാണ് പറയാ. ഒന്ന് ട്രയാങ്കിൾ ലോ എന്ന് പറയുന്നതും ഇനിയൊന്ന് പാരലലോഗ്രാം ലോ എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 ലോസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വെക്ടർ അഡിഷൻ പറയുന്നത്. അപ്പൊ അതിൽ ഒന്നാമത്തതാണ് ട്രയാങ്കിൾ ലോ എന്ന് പറയുന്നത്. ട്രയാങ്കിൾ ലോ പറയുന്നത് നമ്മളൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നത് എ ബി സി, അതായത് എ ബി എന്ന് പറയുന്നത് ഒരു വെക്ടർ ആണ്. വെക്ടർ എ ബി എന്ന് പറയുന്നത് ഒരു വെക്ടർ ആണ്. ഇതിന്റെ ഫൈനൽ പോയിന്റ്, ഇനീഷ്യൽ പോയിന്റ് എയും ഫൈനൽ പോയിന്റ് ബിയും. ഈ വെക്ടറിനെ നമ്മൾ എ ബി വെക്ടറിനെ, ഇതിന് നമുക്ക് വെക്ടർ എ ബി എന്നും എഴുതാം. ഈ എ ബി വെക്ടറിന് നമ്മളൊരു പേര് കൊടുത്തു, അതാണ് വെക്ടർ എ എന്ന്. ഇനി അടുത്തത് ബി ടു സി. അപ്പൊ ഇനീഷ്യൽ പോയിന്റ് എന്താണ്? ബി ആണ്. ടെർമിനൽ പോയിന്റ് എന്ന് പറയുന്നത് സി ആണ്. അപ്പൊ നമുക്ക് ഇതിനെ ബി സി, വെക്ടർ ബി സി എന്ന് എഴുതാം. അതിന് നമ്മൾ വെക്ടർ ബി എന്നും പേര് കൊടുത്തു. ഇനി അടുത്തത് എ ടു സി ആണ്, അതായത് എ ഇനീഷ്യൽ പോയിന്റും സി ഫൈനൽ പോയിന്റുമാണ്. അപ്പൊ നമുക്ക് ഈ വെക്ടറിനെ നമുക്ക് വെക്ടർ എ സി എന്നും എഴുതാം, ഡിനോട്ട് ചെയ്യാൻ പറ്റും. അപ്പോ വെക്ടർ എയും വെക്ടർ ബിയും ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വെക്ടർ എ സി കിട്ടും. അതായത് വെക്ടർ എ സി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെക്ടർ എ ബിയും വെക്ടർ ബി സിയും ആഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? വെക്ടർ എ സി കിട്ടും. ഇതാണ് ട്രയാങ്കിൾ ലോയിൽ പറയുന്നത്. ഇവിടെ നമുക്ക് പറയുന്നുണ്ട് വെക്ടർ എ സി ഈക്വൽ ടു വെക്ടർ എ ബി പ്ലസ് വെക്ടർ ബി സി. ഇതാണ് വെക്ടർ അഡിഷൻ എന്ന് പറയുന്നത്. ഇനി ഇപ്പൊ നമ്മളൊരു 2 വെക്ടേഴ്സ് കൺസിഡർ ചെയ്യുക. ഒരു വെക്ടർ എ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അതിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് A1 i ക്യാപ്പ്. ഇതാണ് ഒരു വെക്ടറിന്റെ ജനറൽ ഫോം. A1 i ക്യാപ്പ് പ്ലസ് A2 j ക്യാപ്പ് പ്ലസ് A3 k ക്യാപ്പ്. അതുപോലെ വെക്ടർ ബി എന്ന് പറയുന്നത് B1 i ക്യാപ്പ് പ്ലസ് B2 j ക്യാപ്പ് പ്ലസ് B3 k ക്യാപ്പ്. ഇനി ഈ 2 വെക്ടേഴ്സും നമ്മൾ ആഡ് ചെയ്യാ വിചാരിച്ചോ. അതായത് വെക്ടർ എയും വെക്ടർ ബിയും നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇത് ആഡ് ചെയ്യേണ്ടത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. അതായത് ഐന്റെ, വെക്ടർ എയുടെയും വെക്ടർ ബിന്റെയും ഐന്റെ കമ്പോണൻസ് ആഡ്, കോഎഫിഷ്യൻസ് ആഡ് ചെയ്യുക. അതായത് A1 പ്ലസ് B1 പിന്നെ ഐയുടെ പ്ലസ് അടുത്തത് ഇത് തമ്മിൽ ആഡ് ചെയ്യുക. A2 ജെന്റെയും കോഎഫിഷ്യൻസ് A2 പ്ലസ് B2 ബ്രാക്കറ്റ് ഇട്ടിട്ട് പുറത്ത് എന്തെന്ന് എഴുതാം? ജെ എന്ന് എഴുതാം. പ്ലസ് A3 പ്ലസ് B3 k ക്യാപ്പ്. ഇങ്ങനെയാണ് നമ്മളൊരു 2 വെക്ടേഴ്സ് തമ്മിൽ എന്ത് ചെയ്യുന്നത്? ആഡ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വെക്ടർ തരാണ്. വെക്ടർ എ എന്ന് പറയുന്നത് 3i ക്യാപ്പ് മൈനസ് j ക്യാപ്പ് പ്ലസ് 2k ക്യാപ്പ്. ഇതാണ് നമുക്ക് എ എന്ന് പറയുന്ന വെക്ടർ. ഇനി ബി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറൊരു വെക്ടർ തരുന്നുണ്ട്. ആ വെക്ടർ i ക്യാപ്പ് പ്ലസ് j ക്യാപ്പ് പ്ലസ് 2k ക്യാപ്പ്. ഇനി ഈ 2 വെക്ടേഴ്സ് നമ്മൾ ആഡ് ചെയ്യാം. അതായത് വെക്ടർ എയും വെക്ടർ ബിയും നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഐന്റെയും കോഎഫിഷ്യൻസ്, ഇവിടെ ഐന്റെ കോഎഫിഷ്യന്റ് 3 ആണ്. ഇവിടെ ഐന്റെ കോഎഫിഷ്യന്റ് ഒന്നും ഇല്ലെങ്കിൽ അവിടെ 1 ഉണ്ട്. അപ്പൊ ഐ ക്യാപ്പ് എന്നിട്ട് പുറത്ത് പ്ലസ് ഇവിടെ ഐന്റെ കോഎഫിഷ്യന്റ് -1 ആണ്. ഇവിടെ അതിന്റെ ജെയുടെ, ഇവിടെ ജെയുടെ കോഎഫിഷ്യന്റ് +1 ആണ്. എന്നിട്ട് നമ്മൾ പുറത്ത് എന്തെന്ന് എഴുതാ?
ജെ ക്യാപ്പ് എന്നിടാം. പ്ലസ് നെക്സ്റ്റ് വന്നിട്ട് കെയുടെ കോഎഫിഷ്യൻസ്. കെയുടെ കോഎഫിഷ്യൻ 2ഉം 2ഉം ആണ്. അപ്പൊ 2 + 2 പുറത്ത് നമ്മൾ കെ ക്യാപ്പ് എന്നിടാം. ഇനി നമ്മൾ ഇത് ആഡ് ചെയ്യാം. 3 + 1 4 എന്ന് കിട്ടും. 4 ഐ ക്യാപ്പ്. ഇവിടെ -1 + 1 ചെയ്യുമ്പോൾ 0 ആണ് കിട്ടുക. അപ്പൊ 0 ജെ ക്യാപ്പ് എന്നാണ് കിട്ടുക. 0 ജെ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ജെ ക്യാപ്പ് ഇല്ല. അപ്പൊ പിന്നെ അത് എഴുതിയാലും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അടുത്ത 2 + 2 4 കെ ക്യാപ്പ്. ഇതാണ് നമുക്ക് എന്ത് കിട്ടുക? ഈ രണ്ട് വെക്ടേഴ്സ് തമ്മിൽ വെക്ടർ എയും വെക്ടർ ബിയും ആഡ് ചെയ്യണ സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് 4 ഐ ക്യാപ്പ് + 4 കെ ക്യാപ്പ് എന്ന് പറയുന്നത്. അടുത്തതാണ് പാരലലോഗ്രാം ലോ എന്ന് പറയുന്നത്. പാരലലോഗ്രാം ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പാരലലോഗ്രാം കൺസിഡർ ചെയ്യുന്നു. ABCD എന്ന് പറഞ്ഞിട്ട് ഒരു പാരലലോഗ്രാം കൺസിഡർ ചെയ്യുന്നുണ്ട്. ലെറ്റ് ദ സം ഓഫ് ടു വെക്ടേഴ്സ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി റെപ്രസെന്റഡ് ബൈ വെക്ടർ സി. വെക്ടർ എയും വെക്ടർ ബിയും റെപ്രസെന്റ് ചെയ്യുന്നതാണ് വെക്ടർ സി. ദ പൊസിഷൻ വെക്ടേഴ്സ് ആർ റെപ്രസെന്റഡ് ബൈ. ഇനി ഇതിന്റെ പൊസിഷൻ വെക്ടേഴ്സ് നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കാം. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന പാരലലോഗ്രാം എന്ന് പറയുന്നത്. ഇതില് എ തൊട്ടിട്ട് ബി വരെയുള്ളത്, എ എന്ന് പറയുന്നത് ഇനീഷ്യൽ പോയിന്റും ബി എന്ന് പറയുന്നത് ഫൈനൽ പോയിന്റുമാണ്. അപ്പൊ ഈ വെക്ടറിന്റെ ഇനീഷ്യൽ പോയിന്റ് എയും ഫൈനൽ പോയിന്റ് ബിയും. അപ്പൊ എ ബി വെക്ടറിന് നമുക്ക് എന്തെന്ന് എഴുതാം? വെക്ടർ എ ബിനെ നമുക്ക് എ എന്ന് പറഞ്ഞ വെക്ടർ എ എന്ന് ഡിഫൈൻ ചെയ്യാം. അതുപോലെ അടുത്തത് ബി സി ആണ്. അപ്പൊ വെക്ടർ ബി സി, കാരണം ബി ആണ് ഇനീഷ്യൽ പോയിന്റ്, സി ആണ് ഫൈനൽ പോയിന്റ്. അപ്പൊ വെക്ടർ ബി സിനെ നമുക്ക് ബി വെക്ടർ ബി എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്യാം. ഇനി നമുക്കറിയാം പാരലലോഗ്രാം ആണെന്നുണ്ടെങ്കിൽ പാരലലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഇപ്പൊ ഒരു പാരലലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് വെക്ടർ എ ബി എ ആണെന്നുണ്ടെങ്കിൽ വെക്ടർ ഡി സി എന്ന് പറയുന്നതും എന്തായിരിക്കും? എ വെക്ടർ എ ആയിരിക്കും. അതുപോലെ ബി സി വെക്ടറിന് പാരലൽ ആണ് എ ഡി വെക്ടർ. അപ്പൊ എ ഡി വെക്ടർ എന്ന് പറയുന്നതും ബി സി വെക്ടർ എന്ന് പറയുന്നതും എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ അത് വെക്ടർ ബി തന്നെ ആയിരിക്കും. ഇനി എ സി വെക്ടർ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രയാങ്കിൾ ലോ വെച്ചിട്ട് നമുക്ക് വെക്ടർ എയും വെക്ടർ ബിയും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ സി വെക്ടർ കിട്ടും. ഇവിടെ രണ്ട് ട്രയാങ്കിൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വെക്ടർ എ ബിയും വെക്ടർ ബി സിയും ആഡ് ചെയ്താലും വെക്ടർ എ സി കിട്ടും. അതുപോലെ വെക്ടർ എ ഡിയും വെക്ടർ ഡി സിയും ആഡ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? വെക്ടർ എ സി കിട്ടും. ഇതാണ് നമ്മുടെ പാരലലോഗ്രാം ലോയിൽ പറയുന്നത്. ഇനി അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് വെക്ടർ അഡിഷൻ ആണ്. വെക്ടർ അഡിഷന്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഇനി പറയാൻ പോണത്. അപ്പൊ പ്രോപ്പർട്ടീസ് നമുക്ക് 4 പ്രോപ്പർട്ടീസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ആണ്. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ വെക്ടർ എയും വെക്ടർ ബിയും ആഡ് ചെയ്താൽ കിട്ടുന്നതും വെക്ടർ ബിയും വെക്ടർ എയും ആഡ് ചെയ്താൽ കിട്ടുന്നതും ഒന്നാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ സാധാരണ ന്യൂമറിക്കൽസിൽ മാത്സിൽ പറയുകയാണെങ്കിൽ തന്നെ 2ഉം 3ഉം നമ്മൾ എടുക്കുകയാണെങ്കിൽ 2 + 3 എന്ന് പറയുന്നതും 3 + 2 എന്ന് പറയുന്നതും എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ ആ രണ്ടെണ്ണത്തിന് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? കമ്മ്യൂട്ടേറ്റീവ് ആന്ന് പറയാൻ പറ്റും. 2ഉം 3ഉം എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ആന്ന് പറയാൻ പറ്റും. അപ്പൊ അതന്നെയാണ് ഇവിടെ. ഇതിവിടെ നമ്മൾ നമ്പറിന് പകരം രണ്ട് വെക്ടേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്തു. അപ്പൊ വെക്ടർ എയും വെക്ടർ ബിയും ആഡ് ചെയ്താൽ കിട്ടുന്നത് തന്നെയാണ് വെക്ടർ ബിയും വെക്ടർ എയും ആഡ് ചെയ്താൽ കിട്ടുന്നത്. അതാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്.
രണ്ടാമത്തത് ബി അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ആണ്. എന്താ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്റ്റർ എയും വെക്റ്റർ ബിയും ആഡ് ചെയ്തിട്ട് ആ കിട്ടിയ ആൻസറും വെക്റ്റർ സിയും തമ്മിൽ ആഡ് ചെയ്താൽ കിട്ടുന്നതും, വെക്റ്റർ ബിയും വെക്റ്റർ സിയും ആഡ് ചെയ്യാം, ആ കിട്ടുന്ന ഉത്തരവും വെക്റ്റർ എ ആഡ് ചെയ്താൽ കിട്ടുന്ന ഉത്തരവും ഈക്വൽ ആയിരിക്കും. അങ്ങനത്തെ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയാം. ഇപ്പൊ നമ്മൾ ന്യൂമറിക്കൽസിന്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 2ഉം 3ഉം 4ഉം എടുത്തിട്ടുണ്ടെങ്കിൽ 2 + 3 അതൊരു ബ്രാക്കറ്റില് +4, ഇത് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 2ഉം ബ്രാക്കറ്റിലുള്ളത് വേണം നമ്മൾ ആദ്യം ചെയ്യാൻ. അപ്പൊ 2ഉം 3ഉം ചെയ്ത 5 കിട്ടും. 5 + 4 നമുക്ക് 9 നിന്ന് കിട്ടും. നെക്സ്റ്റ് വന്നിട്ട് 2 + 3 + 4, 3 + 4നെ ബ്രാക്കറ്റിലാക്കാം. അപ്പൊ 3 + 4 ആദ്യം ചെയ്യുക. 3 + 4 7 ആണ്. 7 + 2 9. ഇതാണ് എന്ത്? ഇവിടെ നമ്മൾ ഈ സെയിം കാര്യം വെക്റ്ററിൽ പറഞ്ഞേ ഉള്ളൂ. ഇതാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. 0 is the additive identity. ഇനി അഡിറ്റീവ് ഐഡന്റിറ്റി ആണ് പറയാൻ പോകുന്നത്. അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ വെക്റ്റർ എനെ 0 വെക്റ്റർ ആയിട്ട് ആഡ് ചെയ്താൽ കിട്ടുന്നത് വെക്റ്റർ എ തന്നെയാണ്. അതേപോലെ ഒരു 0 വെക്റ്ററിന് എ എന്ന് പറയുന്ന വെക്റ്റർ ആയിട്ട് ആഡ് ചെയ്താൽ കിട്ടുന്നതും എ എന്ന് പറയുന്ന വെക്റ്റർ തന്നെയായിരിക്കും. ഇനി ഏറ്റവും ലാസ്റ്റ് വണ്ണാണ് വെക്റ്റർ എയും അതുപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന മൈനസ് വെക്റ്റർ എയും ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 0 വെക്റ്റർ ആയിരിക്കും. അത് തന്നെയാണ് തിരിച്ച് -a വെക്റ്റർ പ്ലസ് വെക്റ്റർ a = 0. ഇതാണ് ഈ 4 വെക്റ്റർ അഡിഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി പറഞ്ഞു, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി പറഞ്ഞു, അഡിറ്റീവ് ഐഡന്റിറ്റിയും പറഞ്ഞു. ഇനി അടുത്ത കേസാണ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ വെക്റ്റർ ബൈ സ്കേലാർ. ഇപ്പൊ നമ്മൾ അഡീഷൻ പറഞ്ഞു. നമ്മൾ രണ്ട് വെക്റ്ററുകൾ തമ്മിൽ ആഡ് ചെയ്തത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് രണ്ട് വെക്റ്ററുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോഴും. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വെക്റ്റർ എ എന്ന് പറയുന്നത് 3i + 2j + 4k ആന്ന് വിചാരിക്കാം. വെക്റ്റർ ബി എന്ന് പറയുന്നത് 2i + j + 2k ഇതാ വിചാരിക്കാം. അപ്പൊ നമ്മൾ ഈ രണ്ട് വെക്ടേഴ്സ് തമ്മിൽ വെക്റ്റർ എ മൈനസ് വെക്റ്റർ ബി ഈ രണ്ട് വെക്ടറുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിലും നമ്മൾ ആഡ് ചെയ്തപ്പോൾ കോഎഫിഷ്യൻസ് തമ്മിൽ ഐന്റെയും കോഎഫിഷ്യൻസ് തമ്മിൽ ആഡ് ചെയ്തു. അതുപോലെ ജെയുടെയും കോഎഫിഷ്യൻസ് ആഡ് ചെയ്തു. കെയുടെയും കോഎഫിഷ്യൻസ് ആഡ് ചെയ്തു. അതേപോലെ തന്നെ ഇവിടെ സബ്ട്രാക്ട് ചെയ്യുക. ഐന്റെ കോഎഫിഷ്യൻസ് 3 - 2 i പ്ലസ് 2 - 1 j പ്ലസ് 4 - 2 k. 3യിൽ നിന്ന് 2 മൈനസ് ചെയ്താൽ 1 ആണ്. അപ്പൊ 1i എന്ന് വരും. നമ്മൾ ആ 1 എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. i പ്ലസ് 2 - 1 2യിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 1. അപ്പൊ 1j എന്ന് വരും. അപ്പൊ വെറും j എന്ന് എഴുതാം. പ്ലസ് 4ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ 2. അപ്പൊ 2k. അപ്പൊ നമ്മുടെ ആൻസർ അതായത് വെക്റ്റർ എ മൈനസ് വെക്റ്റർ ബി ചെയ്യുകയാണെങ്കിൽ i പ്ലസ് j പ്ലസ് 2k എന്നാണ് കിട്ടുക. ഇനി നമുക്ക് ഇഫ് എ വെക്റ്റർ ആൻഡ് m ഈസ് എ സ്കേലാർ. ഇനി നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ബൈ സ്കേലാർ ആണ് ചെയ്യണത്. മൾട്ടിപ്ലിക്കേഷൻ എ എന്ന് പറയുന്ന വെക്റ്റർ ആൻഡ് m എന്ന് പറയുന്നത് അതിൽ സ്കേലാർ ആണ്. then their product of m a vector
ദ മാഗ്നിറ്റ്യൂഡ് വുഡ് ബി, നമ്മൾ മാഗ്നിറ്റ്യൂഡ് എഴുതുക, രണ്ടാ വരയുടെ ഉള്ളിലാണ് മാഗ്നിറ്റ്യൂഡ് എഴുതുക. ദ ടൈംസ് ഓഫ് മാഗ്നിറ്റ്യൂഡ്. സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ, അതായത് എം ഇൻറ്റു എ വെക്റ്റർ, ഒരു എം എന്ന് പറയുന്ന ഒരു സ്കേലാറും എ എന്ന് പറയുന്ന ഒരു വെക്റ്ററും തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെക്റ്റർ എയും എമ്മും മൾട്ടിപ്ലൈ ചെയ്താലും അതെന്താണ്, സെയിം ആണ്. അതേപോലെ എം പ്ലസ് എൻ എ വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എ വെക്റ്ററിന് ഉള്ളിലോട്ട് എടുത്ത വെക്റ്റർ എ ഇൻറ്റു എം അതൊന്ന്, പ്ലസ് വെക്റ്റർ എ ഇൻറ്റു എൻ അതടുത്തത്. ഇനി എം നമ്മൾ പുറത്തെടുത്തിട്ട് വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി എന്നെടുത്ത എമ്മിന് ഉള്ളിലോട്ട് എടുത്ത എം എ വെക്റ്റർ പ്ലസ് എം ബി വെക്റ്റർ എന്ന് കിട്ടും. അപ്പൊ ഈ 4 സ്കേലാർ മൾട്ടിപ്ലിക്കേഷനിൽ വരുന്നത്. ഇപ്പോ ഒരു വെക്റ്റർ നമുക്ക് തരാണ്, നമുക്കൊരു വെക്റ്റർ തന്നു, എന്നിട്ട് 2 ഇൻറ്റു വെക്റ്റർ എ ചെയ്യാൻ പറയാൻ വിചാരിച്ചോ. ഇപ്പൊ ഒരു സ്കേലാറും ഉണ്ട് ഒരു വെക്റ്ററും ഉണ്ട്. ഒരു സ്കേലാറും വെക്റ്ററും തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 2 ഇൻറ്റു വെക്റ്റർ എ എന്ന് പറയുന്നത് 2i ക്യാപ്പ് പ്ലസ് 2j ക്യാപ്പ് മൈനസ് k ക്യാപ്പ്. 2 ഇൻറ്റു 2 4i ക്യാപ്പ് പ്ലസ് 2 ഇൻറ്റു 2 4j ക്യാപ്പ് മൈനസ് 2 ഇൻറ്റു 1 മൈനസ് 2 k ക്യാപ്പ്. ഇതാണ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് കൊളീനിയാരിറ്റി, ടെസ്റ്റ് ഫോർ കൊളീനിയാരിറ്റി. ഇനി കൊളീനിയാരിറ്റി എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യാന്നാണ് നമ്മൾ പഠിക്കാൻ പോണത്. അപ്പൊ കൊളീനിയാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വെക്ടേഴ്സ് കൊളീനിയർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് ബി വെക്ടർ ഈക്വൽ ടു ലാംഡ എ വെക്ടർ. ഇതാണ് അതിന്റെ ഫോർമുല. ഇതില് വെക്ടർ എ എന്ന് പറയുന്നത് A1i ക്യാപ്പ് പ്ലസ് A2j ക്യാപ്പ് പ്ലസ് A3k ക്യാപ്പ് ആണ്. അതേപോലെ ബി വെക്ടർ ബി എന്ന് പറയുന്നത് B1i ക്യാപ്പ് പ്ലസ് B2j ക്യാപ്പ് പ്ലസ് B3k ക്യാപ്പ്. നമുക്ക് രണ്ട് വെക്ടേഴ്സ്, വെക്ടർ എയും തന്നിട്ടുണ്ട്, വെക്ടർ ബിയും തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കൊളീനിയർ ആണെന്ന്, കൊളീനിയാരിറ്റി എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുക? കൊളീനിയാരിറ്റി ടെസ്റ്റ് ചെയ്യുന്നത് രണ്ട് വെക്ടറിന്റെയും ഐ ക്യാപ്പിന്റെ കോഎഫിഷ്യൻസ് എടുക്കുക. A1 ഡിവൈഡഡ് ബൈ B1 ഈക്വൽ ടു, അടുത്തത് ജെയുടെ കോഎഫിഷ്യൻസ് A2 ഡിവൈഡഡ് ബൈ B2 ഈക്വൽ ടു, അടുത്തത് കെയുടെ കോഎഫിഷ്യൻസ് A3 ഡിവൈഡഡ് ബൈ B3 ഈക്വൽ ടു ലാംഡ. അതായത് അത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ A1 ഡിവൈഡഡ് ബൈ B1 ഈക്വൽ ടു A2 ഡിവൈഡഡ് ബൈ B2 ഈക്വൽ ടു A3 ഡിവൈഡഡ് ബൈ B3 ഈക്വൽ ടു ലാംഡ ആണെന്നുണ്ടെങ്കിൽ വെക്ടർ എ എന്ന് പറയുന്നതും വെക്ടർ ബി എന്ന് പറയുന്നതും എന്താണ്, കൊളീനിയർ ആണ് നമുക്ക് പറയാം. അപ്പൊ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഈ രണ്ട് വെക്ടേഴ്സും എന്താണ്, കൊളീനിയർ വെക്ടേഴ്സ് ആണെന്ന് പറയാം. ഒരു എക്സാമ്പിള്, രണ്ട് വെക്ടേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഒരു വെക്ടർ 2i ക്യാപ്പ് മൈനസ് 3j ക്യാപ്പ് പ്ലസ് 4k ക്യാപ്പ്. ഇതൊരു വെക്ടർ ആണ്. നമുക്ക് ഇനിയൊരു വെക്ടർ തരാണ്, അത് -4i ക്യാപ്പ് പ്ലസ് 6j ക്യാപ്പ് പ്ലസ് -8k ക്യാപ്പ്. ഇങ്ങനെ രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്.
ഇത് കൊളീനിയർ ആണോ, കൊളീനിയാരിറ്റി ചെക്ക് ചെയ്യാനാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഐന്റെയും കോഎഫിഷ്യൻസ് ഡിവൈഡ് ചെയ്യുക. 2 ഡിവൈഡഡ് ബൈ -4 ഈക്വൽ ടു അടുത്തത് -3 ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു അടുത്തത് 4 ഡിവൈഡഡ് ബൈ -8. ഇത് നമ്മൾ കോമൺ ആയിട്ട് കട്ട് ചെയ്യാം. ഇപ്പൊ 2 ഇത് കട്ട് ചെയ്യണ സമയത്ത് -1/2 എന്ന് കിട്ടും. നമ്മൾ ഇത് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും -1/2 ആവും. ഇത് കട്ട് ചെയ്യുകയാണെങ്കിലും -1/2. അപ്പൊ -1/2 എന്ന് പറയുന്നതാണ് എന്ത്, ലാംഡയുടെ വാല്യൂ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ദേ ആർ കൊളീനിയർ എന്ന് നമുക്ക് പറയാം. അടുത്തത് ഡയറക്ഷൻ റേഷ്യോസ് ആൻഡ് ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നതാണ്. എന്താ ഈ ഡയറക്ഷൻ റേഷ്യോ, എന്താണ് ഈ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത്? ഡയറക്ഷൻ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വെക്റ്റർ തരാണ്. വെക്റ്റർ എ ഈക്വൽ ടു a1 i cap പ്ലസ് a2 j cap പ്ലസ് a3 k cap. ഇങ്ങനെ നമുക്കൊരു വെക്റ്റർ തരാണെന്നുണ്ടെങ്കിൽ അതില് a1ഉം a2ഉം a3യും, അതായത് ഐന്റെയും യൂണിറ്റ് വെക്റ്ററായ ഐന്റെയും ജെയിന്റെയും കെയിന്റെയും കോഎഫിഷ്യൻസ്, അതിനെ പറയുന്ന പേരാണ് എന്ത്, ഡയറക്ഷൻ റേഷ്യോസ് എന്ന്. ഇനി ഡയറക്ഷൻ കൊസൈൻ എന്താന്ന് അറിഞ്ഞിരിക്കണം. ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോസ് ആൽഫ, കോസ് ബീറ്റ, അതുപോലെ കോസ് ഗാമ, ഇതിന് നമ്മൾ പറയുന്നതാണ് ഡയറക്ഷൻ കൊസൈൻസ് എന്ന്. ഏതാ, കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ. ഇനി ഇതിൽ എന്താണ് കോസ് ആൽഫ, അതുപോലെ കോസ് ബീറ്റ, കോസ് ഗാമ, ഈ ആൽഫ ഏതാ, ബീറ്റ ഏതാ, ഗാമ ഏതാന്ന് നമുക്ക് അറിയണം. അതിന് നമ്മൾ ഒരു കാർട്ടീഷ്യൻ പ്ലെയിൻ വരയ്ക്കുന്നുണ്ട്. ഇത് എക്സ്, ഇത് വൈ, ഇത് സെഡ്. ഇനി നമ്മൾ ഇവിടെ ഒരു പോയിന്റ് വെക്ടർ, പൊസിഷൻ വെക്ടർ കൺസിഡർ ചെയ്തു. ഇത് എക്സ് കോമ വൈ കോമ സെഡ് ആണ്. ഇത് O. അതായത് ഈ ആംഗിളിനെയാണ് നമ്മൾ ആൽഫ വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ ഈ ആംഗിൾ ആണ് നമ്മുടെ ബീറ്റ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇനി ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ഗാമയായിട്ട് എടുക്കുന്നത്. അപ്പൊ ഇതാണ് ആൽഫ, ബീറ്റ, ഗാമ എന്ന് പറയുന്നത്. ഇനി കോസ് ആൽഫയെ നമ്മള്, കോസ് ആൽഫയ്ക്ക് പകരം നമുക്ക് എൽ എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്യാം. കോസ് ബീറ്റയ്ക്ക് പകരം നമുക്ക് എം എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്യാം. കോസ് ഗാമയ്ക്ക് പകരം നമുക്ക് എൻ എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്യാം. അപ്പോ ഇത് കോസ് ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് എക്സ് ആക്സിസ് ആണല്ലോ. അപ്പൊ കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അഡ്ജസന്റ് സൈഡ് എക്സ്, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞത് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്, വെക്റ്റർ ഒ പിയുടെ മാഗ്നിറ്റ്യൂഡ്. അപ്പൊ ഇതാണ് എന്ത്, കോസ് ആൽഫ എന്ന് പറയുന്നത്. ഇനി കോസ് ബീറ്റ എന്ന് പറയുന്നത് അപ്പോ y ഡിവൈഡഡ് ബൈ വെക്റ്റർ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ഒ പി. ഇനി കോസ് ഗാമ എന്ന് പറഞ്ഞാലോ സെഡ് ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ഒ പി ആണ് ഗാമ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത്. ഇനി ഈ 3 വാല്യൂസും തമ്മിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ട്. അതായത് എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പൊ എല്ലിന്റെ സ്ക്വയറും എമ്മിന്റെ സ്ക്വയറിന്റെയും എന്നിന്റെ സ്ക്വയറിന്റെയും സം എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്.
അടുത്തതാണ് സെക്ഷൻ ഫോർമുല എന്ന് പറയുന്ന ടോപ്പിക്. സെക്ഷൻ ഫോർമുല അത് ഇന്റേണലിയും ഉണ്ട് എക്സ്റ്റേണലിയും ഉണ്ട്. രണ്ട് ടൈപ്പിലാണ് നമ്മൾ സെക്ഷൻ ഫോർമുല കണ്ടുപിടിക്കുക. ഇത് നമ്മൾ സ്ട്രൈറ്റ് ലൈൻസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് ഇതാണ് നമ്മളൊരു പോയിന്റ് എടുത്തുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ രണ്ട് പോയിന്റ് ആയിരുന്നു കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ രണ്ട് വെക്ടേഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും പൊസിഷൻ വെക്ടേഴ്സ് ആണ്. ഇനി ഇതിനെ കറക്റ്റ് നമ്മൾ ഈക്വലി ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റ് നമ്മുടെ പി ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്നതാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഇതിനെ റേഷ്യോ കട്ട് ചെയ്യുന്നത് m:n എന്ന് പറയുന്ന റേഷ്യോയിൽ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഇനീഷ്യലി ആണെന്നുണ്ടെങ്കിൽ വെക്റ്റർ ആർ ഇസ് ഈക്വൽ ടു എം ബി വെക്റ്റർ പ്ലസ് എൻ എ വെക്റ്റർ ഡിവൈഡഡ് ബൈ എം പ്ലസ് എൻ. ഇതാണ് അതിന്റെ ഇക്വേഷൻ. എം ബി വെക്റ്റർ പ്ലസ് എൻ എ വെക്റ്റർ ഡിവൈഡഡ് ബൈ എം പ്ലസ് എൻ ആണ് ഇനീഷ്യലിന്റെ ഇക്വേഷൻ. അത് ലെറ്റ് വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി ആർ ദ പൊസിഷൻ വെക്ടേഴ്സ് ഓഫ് 2 points എ ആൻഡ് ബി. രണ്ട് പോയിന്റ് എ ആൻഡ് ബി ആണ്. അതിന്റെ പൊസിഷൻ വെക്റ്റർ ആണ് വെക്റ്റർ എയും വെക്റ്റർ ബിയും. A point R with the position vector R divides AB such that MRB is equal to NA vector AR, and this is denoted that vector AB is divided initially in the ratio m:n. നമ്മൾ ഈ ഫോർമുലയാണ് പഠിച്ചു വെച്ചിരിക്കേണ്ടത്. വെക്റ്റർ R is equal to M vector B plus N വെക്റ്റർ എ ഡിവൈഡഡ് ബൈ എം പ്ലസ് എൻ. ഇനി നമ്മൾ ഇത് തന്നെ എക്സ്റ്റേണലി ഒരു കണ്ടീഷനിൽ പഠിക്കുന്നുണ്ട്. അതായത് ലെറ്റ് വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി ദ പൊസിഷൻ വെക്ടേഴ്സ്. ഇത് രണ്ടും പൊസിഷൻ വെക്ടേഴ്സ് ആണ് ടു ദ പോയിന്റ്സ് എ ആൻഡ് ബി. എ പോയിന്റ് ആർ വിത്ത് ദ പൊസിഷൻ വെക്റ്റർ ആർ ഡിവൈഡ്സ് എ ബി സച്ച് ദാറ്റ് എം വെക്റ്റർ ആർ ബി is equal to n vector AR, and this is denoted that vector AB അത് എക്സ്റ്റേണലി the ratio m:n ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫോർമുല ജസ്റ്റ് നമുക്ക് ഫോർമുലയാണ് ആവശ്യം. വെക്റ്റർ R is equal to m b വെക്റ്റർ പ്ലസ് n a വെക്റ്റർ ഡിവൈഡഡ് ബൈ m മൈനസ് n. ഇവിടെയും മൈനസ് ആണ് വരിക, പ്ലസ് അല്ല. നമ്മൾ ഇന്റേണലിയില് പ്ലസ് ആയിരുന്നു വന്നത്. എക്സ്റ്റേണലി ആവണ സമയത്ത് നെഗറ്റീവ് വാല്യൂ ആണ് വരിക. ഇനി ഇത് നമ്മൾ മിഡ് പോയിന്റിലാണ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഡിവൈഡ് ചെയ്യുന്നത് മിഡ് പോയിന്റിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ റേഷ്യോ വന്നിട്ട് ഈക്വൽ ആയിരിക്കും. അതായത് 1:1 എന്ന് പറയുന്ന റേഷ്യോയിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ മിഡ് പോയിന്റ് കാണാൻ വെക്റ്റർ എയും വെക്റ്റർ ബിയും ആഡ് ചെയ്തിട്ട് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മിഡ് പോയിന്റ് കിട്ടും. അതായത് രണ്ട് റേഷ്യോസും ഈക്വൽ ആവാം. അതായത് റേഷ്യോസ് ഈക്വൽ ആകുന്നത് നമ്മൾ ഒരു ലൈനിനെ ഈക്വലി ഡിവൈഡ് ചെയ്യുമ്പോഴാണ്. അങ്ങനെ ഈക്വൽ റേഷ്യോസിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അതിന് മിഡ് പോയിന്റ് ആയിരിക്കും. അപ്പോൾ ആ പോയിന്റ് വരാം. ആ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി ഓൾ ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് ബേസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. അത് നമുക്ക് തന്നിരിക്കുന്നത് find the position vector of the point R which divides the line joining 2 points P and Q. നമുക്ക് തന്നിരിക്കുന്ന വെക്റ്റർ എന്ന് പറയുന്നത് i ക്യാപ്പ് പ്ലസ് 2j ക്യാപ്പ് മൈനസ് k ക്യാപ്പ് തന്നിട്ടുണ്ട്. അടുത്തൊരു വെക്റ്റർ നമുക്ക് തന്നിരിക്കുന്നത് മൈനസ് i ക്യാപ്പ് പ്ലസ് j ക്യാപ്പ് പ്ലസ് k ക്യാപ്പ് എന്ന് പറഞ്ഞിട്ട് രണ്ട് വെക്റ്റേഴ്സ് തന്നിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യുന്ന റേഷ്യോ വന്നിട്ട് 2:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്റേണലി എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്റേണലി ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇക്വേഷൻ. ഇന്റേണലിയുടെ ഇക്വേഷൻ വെക്റ്റർ ആർ ഈക്വൽ ടു എം വെക്റ്റർ ബി പ്ലസ്
n വെക്റ്റർ എ ഡിവൈഡഡ് ബൈ m പ്ലസ് n ആണ്. അപ്പൊ നമ്മള് m എന്ന് പറയുന്നത് ഇവിടെ റേഷ്യോ m:n ആണ്. നമുക്ക് 2:1 എന്ന് തന്നിരിക്കണം. അപ്പൊ m 2ഉം n 1ഉം ആണ്. അപ്പൊ m കാണുന്നിടത്ത് 2 ഇട്ട് കൊടുക്കുക. 2 ഇൻറ്റു വെക്റ്റർ ബി എന്ന് പറയുന്നത് മൈനസ് ഐ ക്യാപ്പ് പ്ലസ് ജെ ക്യാപ്പ് പ്ലസ് കെ ക്യാപ്പ് പ്ലസ് n എന്ന് പറയുന്നത് 1 ആണ്. 1 ഇൻറ്റു എ വെക്റ്റർ എന്ന് പറയുന്നത് വെക്റ്റർ ഐ ക്യാപ്പ് പ്ലസ് 2 ജെ ക്യാപ്പ് മൈനസ് കെ ക്യാപ്പ് ആണ്. ഓൾ ഡിവൈഡഡ് ബൈ m പ്ലസ് n എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 1. അപ്പൊ നമുക്ക് അടുത്തത് ഇതിനെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ മൈനസ് 2 ഐ ക്യാപ്പ് പ്ലസ് 2 ജെ ക്യാപ്പ് പ്ലസ് 2 കെ ക്യാപ്പ് എന്ന് കിട്ടും. ഇനി അടുത്ത 1നെ ഉള്ളിലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് 1 ഐ ക്യാപ്പ് പ്ലസ് 1 ഇൻറ്റു 2 ജെ ക്യാപ്പ് മൈനസ് 1 കെ ക്യാപ്പ് എന്ന് കിട്ടും. ഓൾ ഡിവൈഡഡ് ബൈ 2 പ്ലസ് 3 എന്തെന്ന് കിട്ടും? 3 എന്ന് കിട്ടും. ഇവിടെ മൈനസ് 2 ഐ ഉണ്ട്, ഇവിടെ പ്ലസ് 1 ഐ ഉണ്ട്. അപ്പൊ ആൻസർ മൈനസ് ഐ ക്യാപ്പ് എന്ന് കിട്ടും. ഇവിടെ പ്ലസ് 2 ജെ ഉണ്ട്, ഇവിടെ പ്ലസ് 2 ജെ ഉണ്ട്. അപ്പൊ പ്ലസ് 4 ജെ എന്ന് കിട്ടും. ഇവിടെ പ്ലസ് 2 ക്യാപ്പ് ഉണ്ട്, ഇവിടെ മൈനസ് 1 ക്യാപ്പ് ഉണ്ട്. അപ്പൊ ചെയ്യുമ്പോൾ വെറും കെ ക്യാപ്പ്. ഓൾ ഡിവൈഡഡ് ബൈ 3. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ഈ സെക്ഷൻ റേഷ്യോസ് വെച്ചിട്ട് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇനിയും ഈ ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞിട്ടില്ല. ഇനിയും കുറച്ചും കൂടെ നമുക്ക് പ്രൊഡക്റ്റ് വെക്ടറിന്റെ സ്കേലാറും അതുപോലെ ഡോട്ട് പ്രൊഡക്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ അത് നെക്സ്റ്റ് സെക്ഷനിലായിട്ട് നമുക്ക് പാർട്ട് 2 ആയിട്ട് നമുക്കത് പഠിക്കാം. അപ്പൊ ഇത്രയും വരെയുള്ള പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യാം. താങ്ക് യു.